ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വഖഫ് ഭീകരതയ്ക്കെതിരെ ഏകദിന ഉപവാസ പ്രാർത്ഥനയുമായി ന്യൂനപക്ഷ മോർച്ച രംഗത്ത്. കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ പറഞ്ഞു. മുനമ്പത്തെ പാവങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ വൻ ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള സമരത്തിന് BJP നേതൃത്വം നൽകുമെന്നും ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ലത്തീൻ മെത്രാൻ സഭയുമായി കൂടിക്കാഴ്ച നടത്തിയ ലീഗ് നേതാക്കൾ സംസ്ഥാന സർക്കാരിന്റെ വക്താക്കളായിട്ടാണ് സംസാരിച്ചത്. മുനമ്പത്തുള്ള മത്സ്യത്തൊഴിലാളികളായ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് താമസിക്കാൻ സർക്കാരിന്റെ ഔദാര്യം എന്തിനാണ്? ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടി മാത്രമേ മത്സ്യത്തൊഴിലാളികളെ സർക്കാരിന് ഇവിടെ നിന്നും ഒഴിപ്പിക്കാൻ സാധിക്കൂ. ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ജനപങ്കാളിത്തത്തോടെ സമരത്തിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങുമെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. മുനമ്പം വിഷയം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ന്യൂനപക്ഷ മോർച്ചയാണെന്നും പാവപ്പെട്ട ജനങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്നും ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫ് പറഞ്ഞു. വഖഫ് അധിനിവേശ ഭീഷണി നേരിടുന്ന മുനമ്പം ജനതയുടെ നീതിക്ക് വേണ്ടിയാണ് ന്യൂനപക്ഷ മോർച്ച ഏകദിന ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചത്. ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ജിജി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിച്ചത്. നമ്മൾ ഈ കാണുന്ന കോഴിക്കോട് ഫറൂഖ് കോളേജോ അതല്ലെങ്കിൽ എറണാകുളമോ മുനമ്പമോ ഇത് മാത്രമൊന്നുമല്ല ലാൻഡ് ജിഹാദിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ കേരളത്തിനകത്തു മാത്രമല്ല, ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വഖഫ് കൈവശപ്പെടുത്താൻ വർഷങ്ങളായി അവർ രൂപരേഖകൾ തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. വർഷങ്ങളോളമായി ഇത് മുമ്പിൽ കണ്ടിട്ട് തന്നെയാണ് 2047 ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് വെല്ലുവിളിച്ചത്. ഇവർ അതിനുവേണ്ടിയുള്ള ചട്ടക്കൂടുകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വഖഫിന്റെ സൈറ്റ് പോലും കാണാനില്ല. വഖഫിന് ഇപ്പോൾ എത്രയാണ് സമ്പത്തുള്ളത് എന്ന് വിവരാവകാശ നിയമപ്രകാരം ആളുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചുരുക്കം സെന്റുകൾ മാത്രമാണ് വഖഫിൻ്റെതായിട്ടുണ്ട് എന്ന് വിവരാവകാശ പട്ടികയിൽ പറയുന്നത്. ശരിയായ രേഖകളുള്ള സൈറ്റ് പോലും ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ മടിയിൽ കനമില്ലെങ്കിൽ നമ്മൾ എന്തിനു വഴിയിൽ ഭയക്കണം? ഇവര് നേരോടും നെറിയോടും കൂടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവർ ഭയപ്പെടേണ്ട കാര്യം? ഇവർക്കതിൻ്റെ ആവശ്യമേ വരുന്നില്ല. തട്ടിപ്പും വെട്ടിപ്പും കൊള്ളയടിയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മാത്രമല്ലേ സൈറ്റ് വരെ മുക്കേണ്ട കാര്യമുള്ളൂ. ഈ ജനാധിപത്യ ഭാരതത്തെ ഒന്നാകെ വിഴുങ്ങാൻ വേണ്ടി വായും പൊളിച്ചു നിൽക്കുന്ന വ്യാളിയാണ് ഈ വഖഫ്. വഖഫിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇപ്പോഴിതാ പാലക്കാട് പുതിയ രൂപത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. കേട്ടോ നിങ്ങൾ ആരെങ്കിലും? പാലക്കാട്ടും ഭൂജിഹാദ്. ഏക്കർ കണക്കിന് ഭൂമികളിൽ വഖഫ് അവകാശവാദം. ആകെ 2219 സ്വത്തുക്കളിലാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വാംസി വെബ്സൈറ്റിലാണ് ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരുന്നു. ഗൂഗിൾ വിശദാംശങ്ങൾ. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയങ്ങളിലൊക്കെ BJP നേതാക്കൾ വലിയ രീതിയിൽ ആവശ്യമുന്നയിച്ച ഒരു കാര്യമായിരുന്നു പാലക്കാട് വഖഫ് ഭൂമി ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഇടത് വലത് മുന്നണികൾ മറുപടി പറയാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അന്നൊന്നും ഇടത് വലത് മുന്നണികൾ ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനോ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാക്കി മാറ്റാനോ അവരൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ജനം TV പുറത്തുവിടുകയാണ്. പാലക്കാട് ജില്ലയിൽ മാത്രം 2219 വഖഫ് സ്വത്തുക്കൾ വഖഫ് ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ മാത്രം 110ഓളം വഖഫ് സ്വത്തുക്കളാണ്. 110 എണ്ണം പാലക്കാട് ജില്ലയ്ക്കുള്ളിലെ വിവിധ സബ് ഡിവിഷനുകളിലായി പാലക്കാട് സബ് ഡിവിഷനിൽ 318, ഒറ്റപ്പാലം സബ് ഡിവിഷനിൽ 255, മണ്ണാർക്കാട് സബ് ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുക്കളുള്ളത് 917, ചിറ്റൂർ സബ് ഡിവിഷനിൽ 300, ആലത്തൂർ സബ് ഡിവിഷനിൽ 429 എന്നിങ്ങനെ 2219 വഖഫ് സ്വത്തുക്കളാണ് പാലക്കാട് ജില്ലയിൽ മാത്രമുള്ളത്. കഴിഞ്ഞ മുനമ്പം വിഷയമൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ചെറിയ ഫാക്ടറി അല്ല. കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്വതന്ത്ര ഭാരതത്തെ മുഴുവനും മതവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇവർ വർഷങ്ങളായി ഇതിന്റെ പിന്നണി പണികളിലായിരുന്നു. സംഘടിതമായി വളരെ ജാഗ്രതയോടുകൂടി ആലോചിച്ച് കണ്ട് ഇതാണ് ഉചിതമായ സമയമെന്ന് തീരുമാനിച്ച് തന്നെയാണ് അവർ ഇതിന് പിന്നിൽ ഇറങ്ങിയിരിക്കുന്നത്.
രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിച്ച സമയത്തും പാലക്കാട് വഖഫ് സ്വത്തുക്കൾ ഉണ്ട് എന്ന ആരോപണങ്ങൾ BJP നേതാക്കളും പല സ്ഥലങ്ങളിൽ നിന്നും ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ നേതാക്കളൊന്നും തയ്യാറായിട്ടില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുനമ്പ വിഷയത്തിൽ പാലക്കാട് മുൻ MLA-യും വടകര MP-യുമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ നിമിഷം വരെ മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ് തന്റെ നിലപാട് എന്ന ഒരു കാര്യം ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടില്ല. ആ ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ 15 വർഷത്തോളം അല്ലെങ്കിൽ 13 വർഷത്തോളം MLA ആയിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ വഖഫ് സ്വത്തുക്കൾ ഏക്കർ കണക്കിന് 100 ഏക്കർ കണക്കിന് വഖഫ് സ്വത്തുക്കൾ ഉണ്ട് എന്ന് പറയുന്ന വിവരം പുറത്തു വരുന്നത്. കൊടുന്തരപ്പള്ളി, വടക്കുന്നറ, യാക്കര, കണ്ണാടി, വലിയങ്ങാടി, കൊപ്പം, ഓണശ്ശേരി, ചൊങ്കാണിയൂർ, കിണാശ്ശേരി, കാവിൽപ്പാട്, നൂറണി, കല്ലേക്കാട് എന്നിങ്ങനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് മാത്രം 52 ഡിവിഷനുകളാണുള്ളത്. 52 ഡിവിഷനുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. എന്നാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്തുള്ള വഖഫ് സ്വത്തുക്കളുടെ മാത്രം എണ്ണം 110 ഇതിൽ നിരവധി പ്രദേശങ്ങളുമായി വഖഫ് സ്വത്തുക്കളുമായി തർക്കങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം കൂടെ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ്. മുനിസിപ്പാലിറ്റിക്കകത്തുള്ള 110 വഖഫ് സ്വത്തുക്കളിൽ 109 എണ്ണത്തിന്റെ നിലവിലെ സ്ഥിതി വിവര കണക്കുകൾ എന്താണ്, അതിന്റെ ഭൂവിവര നിയമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന തരത്തിലുള്ള രേഖകൾ ലഭ്യമല്ല. കണ്ണാടിയിൽ 18, മാത്തൂരിൽ 22, പിരായിരിയിൽ 44 എന്നിങ്ങനെ പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് 110 സ്വത്തുക്കൾ, കണ്ണാടി പഞ്ചായത്തിൽ 18, മാത്തൂരിൽ 22, പിരായിരിയിൽ 44. അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ കേരളത്തിൽ മാത്രമല്ല, അതാ പറയുന്നത് സ്വതന്ത്ര ഭാരതം മുഴുവനും ഇൻഷാ അല്ലാഹ് ഇൻകിലാബ് എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹലാൽ രാഷ്ട്രമാക്കുന്നതിന്റെ തിരക്കിലാണിവർ. ഏകദേശം 200-ലധികം വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വഖഫിന്റേതായിട്ടുള്ള സ്വത്തുക്കളുണ്ട്. 100 കണക്കിന് ഏക്കർ ഭൂമിയാണ്. ഗൂഗിളിലേക്ക് എത്താം. എന്തായാലും പാലക്കാടും ഭൂജിഹാദ് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഏക്കർ കണക്കിന് ഭൂമികളിലാണ് ഇത്തരത്തിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നത്. 2219 ഭൂമികളിന്മേൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആശങ്കയിൽ തന്നെയാണ് ഒരു വിഭാഗം ജനത. വാംസി വെബ്സൈറ്റിലാണ് ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഗൂഗിളിലേക്ക് പോകുന്നു. ഗൂഗിൾ സ്വാഭാവികമായും ഈ വെബ്സൈറ്റിലുള്ള ഭൂ ഉടമകൾ ആശങ്കയിൽ തന്നെയാണ്. കാരണം എന്തിന്മേലാണ് ഇത്തരത്തിൽ ഒരു ഭൂമിക്ക് മേൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക അവരിൽ നിഴലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം മാത്രമായിരുന്നു വലിയ രീതിയിൽ വഖഫ് ഭൂമികളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും മറ്റും വന്നത്. ആ ഘട്ടത്തിലാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭൂസ്വത്തുക്കളുള്ള, ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള 3ാമത്തെ സംവിധാനമാണ് വഖഫ് ബോർഡ് എന്നൊരു കാര്യം നമ്മൾ പുറത്തുവരുന്നത്. അതായത് റെയിൽവേയും പ്രതിരോധ സേനയും വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത് സ്വത്തുക്കളുള്ള ഭൂമിയുള്ള ഒരു സംവിധാനമായി വഖഫ് ബോർഡ് മാറിയിരിക്കുന്നു. അത് സാധാരണക്കാരന്റെ വീടുകളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ഒക്കെ പല ജില്ലകളിൽ നിന്നുമായി നമ്മൾ ഒരുപാട് വാർത്തകൾ പുറത്തുവിട്ടിരിക്കുന്നു. മുനമ്പത്ത് 610 കുടുംബങ്ങളെയാണ് ആശങ്കപ്പെടുത്തുന്നതെങ്കിൽ ഈ മലപ്പുറത്ത് ഉൾപ്പെടെ വിവിധ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വഖഫ് ബോർഡുകൾ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിലെങ്കിലും ആരാധനാലയങ്ങൾ തകർത്ത് അവിടെ ഒരു മതപരിവർത്തന കേന്ദ്രം സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാലക്കാട് ജില്ലയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ 2219 ഇടങ്ങളിലാണ് അവകാശവാദവുമായിട്ട് വഖഫ് ബോർഡ് വന്നിരിക്കുന്നത്. ഇതൊക്കെ കാലങ്ങളായി തങ്ങൾക്ക് കൈമാറി കിട്ടിയതാണ് എന്ന ഒരു അവകാശവാദമാണ് വഖഫ് ബോർഡ് മുത്തവല്ലിമാരും അല്ലെങ്കിൽ വഖഫ് ബോർഡ് മാനേജ്മെന്റും ഒക്കെ ഉന്നയിച്ചു വെച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ 2219 വഖഫ് സ്വത്തുക്കൾക്ക് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുമ്പോഴും ഈ ഭൂമികളൊക്കെ പല ആളുകളുടെയും സാധാരണപ്പെട്ട ആളുകളുടെ കൈവശം ഇരിക്കുന്നു. അത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥാവകാശത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പോലും പല ആളുകളും അറിയുന്നില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം പല ആളുകൾക്കും നോട്ടീസ് കൊടുത്തിട്ടില്ല, പല സ്ഥലങ്ങളുമായിട്ട് കേസുകൾ നടക്കുന്നു. ഇത്തരത്തിൽ ആരുടെ തങ്ങളുടെ ഭൂമിയാണ് എന്ന് പല ആളുകളും കരുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്ന ദിവസങ്ങളിൽ നോട്ടീസുകൾ ഉൾപ്പെടെ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാരണം വളരെയധികം 2219 വഖഫ് സ്വത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലക്കകത്ത് അത്രയും അധികം സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഹെക്ടർ കണക്കിന് ഭൂമികൾ വരും. ഇത് പല ആളുകളും, ഓരോ വ്യക്തികളും, നമ്മളിപ്പോൾ വാർത്തകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഓരോരുത്തരും അറിയുന്നത് ഇത് പതിറ്റാണ്ടുകളായി ഓരോരുത്തരും കൃഷി ചെയ്തു വരുന്ന ഭൂമിയിലൊക്കെയാണ് വഖഫ് അവകാശവാദങ്ങളുമായിട്ട് വഖഫ് ബോർഡ് മുന്നോട്ടേക്ക് വരുന്നത്. ഈ നോട്ടീസ് വരുമ്പോൾ മാത്രം സാധാരണക്കാരായ ആളുകൾ അറിയുന്നു. അതായത് കാലങ്ങളോളം കൃഷി ചെയ്യുന്ന ഭൂമി. ആലോചിച്ചു നോക്കിക്കോ, കൊല്ലങ്ങളായി നമ്മൾ അനുഭവിച്ചു വരുന്ന ഭൂമി, വീട്, സ്ഥാപനം, കൃഷിസ്ഥലം ഇതൊക്കെ വഖഫിൻ്റെതായി മാറും. 30% ആളുകൾക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ബാക്കി 70% നമ്മളിൽ പലരുമാണ്. നന്ദി.